നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി വി.എസ്. അനന്തു ചേരുന്നുണ്ട്. അനന്തു, എങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ മുന്നണികളുടെയൊക്കെ പ്രചാരണ പരിപാടികൾ? രാവിലെ തന്നെ പ്രചാരണ രംഗത്ത് സ്ഥാനാർത്ഥികൾ സജീവമാണ്. തീർച്ചയായും ജിന, രാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇറങ്ങിക്കഴിഞ്ഞു. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും വലതുമുന്നണി സ്ഥാനാർത്ഥിയും ബി.ജെ.പി. സ്ഥാനാർത്ഥിയും എല്ലാം പ്രചരണത്തിനായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പഞ്ചായത്തുകളിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ എം സ്വരാജ് മുത്തേടം പഞ്ചായത്തിലാണ് ഇന്നിപ്പോൾ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. യു.ഡി.എഫ്. സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് എടക്കര പഞ്ചായത്തിലും കരുളായി പഞ്ചായത്തിലുമാണ് ഇന്നിപ്പോൾ പ്രചരണം നടത്തുന്നത്. ബി.ജെ.പി. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഇന്ന് എടക്കര പഞ്ചായത്തിലാണ് പ്രചരണം നടത്തുന്നത്. വൈകുന്നേരം ബി.ജെ.പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമുണ്ട്. വൈകുന്നേരത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികളും ബി.ജെ.പി. സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും യു.ഡി.എഫ്. സ്ഥാനാർത്ഥിയും എൽ.ഡി.എഫ്. സ്ഥാനാർത്ഥിയും വീടുകൾ കയറിയുള്ള കീ വോട്ടർമാരെ കണ്ടുകൊണ്ടുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുന്നു. അതോടൊപ്പം തന്നെ വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചരണം നടത്തുന്നു. അത്തരത്തിൽ ഒരു വ്യാപകമായ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ രാവിലെ തന്നെ ഇവർ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ എത്തി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് എൽ.ഡി.എഫ്., യു.ഡി.എഫ്., ബി.ജെ.പി. സ്ഥാനാർത്ഥികളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീന, ശരി, വ്യക്തമാണ്. വി.എസ്. അനന്തു ആണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.